കോതമംഗലം നിയോജക മണ്ഡലത്തിലെ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, വൈസ് പ്രസിഡന്റുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവരുടെ ഏകോപന യോഗം എം.എൽ.എ. ഷിബു തെക്കുംപുറത്തിന്റെ നേതൃത്വത്തിൽ ചേർന്നു. മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും ജനകീയ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കി പരിഹാരം കാണുന്നതിനുമാണ് യോഗം ചേർന്നത്. UDF സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തി സംഘടിപ്പിക്കുന്ന ആദ്യ ഏകോപന യോഗമാണ് ഷിബു തെക്കുംപുറം എം.എൽ.എയുടെ ഓഫീസിൽ ചേർന്നത്. കോതമംഗലം നിയോജകമണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും ജനകീയ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കി പരിഹാരം കാണുന്നതിനുമായിട്ടാണ് യോഗം ചേർന്നത്. വിവിധ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, വൈസ് പ്രസിഡന്റുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. വിവിധ പഞ്ചായത്തുകളിലെ വികസന ആവശ്യങ്ങളും ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളും പഞ്ചായത്ത് പ്രസിഡന്റുമാർ എം.എൽ.എയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. മണ്ഡലത്തിൽ നടപ്പിലാക്കേണ്ട വിവിധ വികസന പദ്ധതികൾ സംബന്ധിച്ച നിർണായക തീരുമാനങ്ങൾ യോഗത്തിൽ കൈക്കൊണ്ടു. ജനപ്രതിനിധികൾ ഉന്നയിച്ച വിഷയങ്ങൾ പരിഗണിച്ച് അടിയന്തര പരിഹാരം ആവശ്യമായ പ്രശ്നങ്ങളിൽ സമയബന്ധിത നടപടി സ്വീകരിക്കുമെന്ന് എം.എൽ.എ അറിയിച്ചു. ആദ്യമായിട്ടാണ് ഈ സർക്കാർ വന്നതിന് ശേഷം ഇങ്ങനൊരു യോഗം വിളിച്ചു ചേർക്കുന്നത്. ഇത് എല്ലാ മാസവും 2ാം ശനിയാഴ്ച കൂടുന്ന നിലയിലാണ് ഇന്ന് തീരുമാനമെടുത്തിട്ടുള്ളത്. ഈ നിയോജകമണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളും ജനകീയമായ പ്രശ്നങ്ങളുമൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ യോഗത്തിന് രൂപം നൽകിയിട്ടുള്ളത്. നമ്മുടെ നിയോജകമണ്ഡലത്തിൽ നിരവധി വികസന പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. ജനകീയ ആവശ്യങ്ങൾക്കും പ്രധാന വികസന പദ്ധതികൾക്കും മുൻഗണന നൽകാനും യോഗം തീരുമാനിച്ചു. എം.എൽ.എ. ഫണ്ടിന്റെ വിനിയോഗവും യോഗം വിശദമായി വിലയിരുത്തി. ഓഗസ്റ്റ് മാസം മുതൽ നിയോജക മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളുടെ ആവശ്യകതയും അടിയന്തര പ്രാധാന്യവും പരിഗണിച്ച് എം.എൽ.എ. ഫണ്ട് വിനിയോഗിക്കുന്ന പദ്ധതികൾ ആരംഭിക്കുമെന്ന് ഷിബു തെക്കുംപുറം എം.എൽ.എ. പറഞ്ഞു. കോതമംഗലം മൺസൂൺ ഫെസ്റ്റിവലിനോടനുബന്ധിച്ചുള്ള പരിപാടികളും ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കേണ്ട വിവിധ പരിപാടികളുടെ ആസൂത്രണവും യോഗത്തിൽ ചർച്ചയായി. ജനപങ്കാളിത്തം ഉറപ്പാക്കി വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും ഉയർന്നു. മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളും ജനകീയ വിഷയങ്ങളും തുടർച്ചയായി വിലയിരുത്തുന്നതിനും തദ്ദേശ സ്ഥാപനങ്ങളുമായുള്ള ഏകോപനം ശക്തിപ്പെടുത്തുന്നതിനുമായി എല്ലാ മാസവും 2ാം ശനിയാഴ്ച ജനപ്രതിനിധികളുടെ യോഗം ചേരാനും തീരുമാനമായി. ന്യൂസ് ഡെസ്ക്, KCB ന്യൂസ്.